തലസ്ഥാനത്തെ റോഡ് നിർമ്മാണം ഇഴയുന്നതിനെ പറ്റിയുള്ള പരസ്യ വിമർശനത്തിൽ തെറ്റ് സമ്മതിച്ച കടകംപള്ളി സുരേന്ദ്രൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിയ വിശദീകരണത്തിലാണ് തെറ്റ് സമ്മതിച്ചത്. സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വിമർശനമുണ്ടെന്ന വാർത്ത ചോർന്നത് അന്വേഷിക്കാനും CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. കടകംപള്ളിക്കെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നടക്കുന്ന റോഡ് പണി ഇഴയുന്നതിനെതിരെ നഗരസഭാ വികസന സമിതി യോഗത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ വിമർശനം ഉന്നയിച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പിനെയും നഗരസഭാ ഭരണസമിതിയെയും പ്രതിക്കൂട്ടിലാക്കിയ വിമർശനത്തിൽ കടകംപള്ളിയോട് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദീകരണം തേടി. എന്നാൽ കടകംപള്ളിക്ക് പൊതുവേദിയിൽ തന്നെ മറുപടി പറഞ്ഞ മന്ത്രി PA മുഹമ്മദ് റിയാസിനോട് വിശദീകരണം ആരാഞ്ഞില്ല. സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നോടിയായി നൽകിയ വിശദീകരണത്തിലാണ് കടകംപള്ളി തെറ്റേറ്റു പറഞ്ഞത്. റോഡുകൾ താറുമാറായി കിടക്കുന്നതിൽ ജനങ്ങൾക്കുള്ള പരാതി ശ്രദ്ധയിൽപ്പെടുത്താനാണ് ശ്രമിച്ചത്. എങ്കിലും പിന്നീടത് തെറ്റായിപ്പോയി എന്ന് തോന്നിയെന്നാണ് കടകംപള്ളിയുടെ വിശദീകരണവും സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തലും ഉൾപ്പെടെ പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ചു. ഇത് സംബന്ധിച്ച ചർച്ചയിലും കടകംപള്ളി വിമർശിക്കപ്പെട്ടു. വിവാദത്തിന് തുടക്കമിട്ടത് കടകംപള്ളിയാണെന്നും പാർട്ടി ഭരിക്കുന്ന നഗരസഭയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായി വിമർശനമെന്നുമായിരുന്നു യോഗത്തിലെ പൊതുവികാരം. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നുവെന്ന വാർത്ത വന്നത് പരിശോധിക്കാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. വാർത്ത ചോർത്തൽ അന്വേഷിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ് പ്രഖ്യാപിച്ചത്. വാർത്ത വന്നതിനെതിരെ മന്ത്രി റിയാസ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരാതി ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന നേതാവാണ് കടകംപള്ളി. വിശദീകരണം തേടലും നേതൃത്വത്തിന്റെ അതൃപ്തിയും കടകംപള്ളിയുടെ സാധ്യതകൾ തല്ലിക്കൊഴിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.